പോലീസ് കാക്കിയുടെ കളറാണ് ശരിക്കും നരിവേട്ട എന്ന ടൈറ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്ന് പറയുന്നത് നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിലാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ടൈറ്റിൽ ഡ്രോയിങ് ചെയ്ത് അതിനെ സ്കാൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ടൈറ്റിൽ ഡ്രോയിങ് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിനെ ട്രേസ് ചെയ്തിട്ട് കഴിഞ്ഞുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും അത് തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ട്രേസ് ചെയ്തിട്ടുള്ള കാര്യം മാത്രം നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നരിവേട്ട എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്ത് അതിന് കളർ കൊടുത്തിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ പോണത് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. സാധാരണ ടൈറ്റിൽ പോലെയല്ല, അതിനകത്ത് ഒരുപാട് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് പരിപാടി ഈ നരിവേട്ട എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഒരു പുതിയ ഫയൽ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് ഫുള്ള് Ctrl+A അടിച്ച് Ctrl+C അടിച്ചിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് Ctrl+V അടിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫോട്ടോഷോപ്പിലിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്തൊരു ടെക്സ്ചർ വേണം. നമുക്കറിയാം നരിവേട്ട എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മളൊരു ടെക്സ്ചർ കൊടുക്കുകയാണ് ഈ ടൈറ്റിലായിട്ട്. ഇതിനെ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുകയാണ്. കാരണം ക്ലിപ്പിംഗ് മാസ്ക് ചെയ്താലാണ് അതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് കണ്ടോ. ഇപ്പോൾ ആ ടൈറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി അതിനെ ഓവർലേ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ പോലീസ് കാക്കിയുടെ കളറാണ് ശരിക്കും നരിവേട്ട എന്ന ടൈറ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതൊരു പോലീസ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതൊരു കാക്കിയുടെ കറക്റ്റ് രൂപത്തിലാണ് ശരിക്കും ഈ നരിവേട്ട എന്ന് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കളറും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ ശരിക്കും ഒരു പോലീസ് യൂണിഫോമിൻ്റെ ഒരു കാക്കിയുടെ കളറാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം, നമുക്ക് ആ ടെക്സ്ചർ ഈ ടൈറ്റിലേക്ക് വരണം. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ആ ടൈറ്റിലിനുള്ളിൽ തന്നെ ടെക്സ്ചർ വരുന്ന രീതിയിൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നരിവേട്ട എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ടെക്സ്ചർ വരുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് അതിനകത്തോട്ട് അത് നമ്മൾ ഓവർലേ മാറ്റുകയാണ്. ഓവർലേ മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ റൂട്ടിൽ വരും. ഇനി മൂന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് സ്റ്റെയിൻ വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കളർ എടുത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. കുറച്ച് ഡാർക്ക് കളർ ആയിക്കോട്ടെ, ബ്ലഡിൻ്റെ കളർ വരാൻ. അപ്പോൾ അങ്ങനെ വരച്ച് അതിന് ശേഷം അത് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. കണ്ടോ. അപ്പോൾ അത് ആ കറക്റ്റ് ലെയറിലേക്ക് തന്നെ വന്ന് കിടക്കും. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഓവർലേ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്ലണ്ടായിട്ട് കിടക്കും. ആ ബ്ലഡിങ് കറക്റ്റായിട്ട് വന്ന് കിടക്കും. കണ്ടോ. ആ ബ്ലഡിൻ്റെ കറക്റ്റ് സ്റ്റെയിനായിട്ട് അത് അവിടെ വന്ന് കിടക്കും. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത നാലാമത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഗൺ ഷോട്ടിൻ്റെ പരിപാടി സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഇച്ചിരി റിസ്ക്കാണ്. അതിന് ശരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെൻ ടൂൾ ഉപയോഗിച്ച് ഒരു ഗൺ ഷോട്ട് പോകുന്ന ഒരു റൂട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് വേറൊരു ലെയറായിട്ട് മാറ്റി വയ്ക്കുക. കാരണം അത് കളയരുത്, ആവശ്യം വരുന്നതാണ്. എന്നിട്ട് അതിനെ ഫിൽറ്ററിൽ ലിക്വിഫൈ കൊടുക്കുക. ലിക്വിഫൈ കൊടുക്കുക കഴിയുമ്പോൾ കണ്ടോ ആ ലെയറിൽ കറക്റ്റായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ലെയർ ഫിൽറ്ററിൽ ലിക്വിഫൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നതായിരിക്കും. അതിന് നമ്മൾ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒന്നൊന്ന് ബ്രഷ് ചെയ്തോ അതിനെ ഒന്നൊന്ന് വലിച്ച് നീട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതൊരു റൂട്ടിലിട്ട് വരും. കണ്ടോ. ഇപ്പോൾ അതതിൻ്റെ മേളിൽ വന്നു. ഇനി അതിനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അത് കാരണം വെച്ചാൽ ആ ഗൺ ഷോട്ട് പോകുന്നതിൻ്റെ ഒരു എഫക്റ്റ് അതിൻ്റെ അകത്ത് വരണം. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മളിപ്പോൾ അതിനെ ഒന്ന് ബ്രഷ് ചെയ്തോ ഒന്ന് വലിച്ച് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബ്രഷ് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്പെഷ്യൽ എഫക്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ പോയിട്ട് ഇപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. സ്പെഷ്യൽ എഫക്റ്റ് ബ്രഷിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു പാർട്ടിക്കിൾസ് ഉള്ളൊരു ബ്രഷുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വെടിയുണ്ട പോകുന്നതിൻ്റെ ആ ഒരു ഫ്ലോ നമുക്കിവിടെ വരച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിടാം. കണ്ടോ. അപ്പോൾ ബ്രഷ് കൊടുത്തു കഴിഞ്ഞ് ഇനി ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ആ ചെളിയുടെ സംഭവം, ചേറിൻ്റെ സംഭവമൊക്കെ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നു. വെടിയുണ്ട പോകുന്ന സംഭവം വരുന്നു. അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് വെറുതെ ആയി പോകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും